Hi guys and welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അതായത് ഞാൻ ട്യൂഷന് ജോയിൻ ചെയ്തു. സൈലത്തിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സൈലം ഓൺലൈൻ ആണ്, കാരണം എനിക്ക് ഓൺലൈൻ ആണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. 4000 സംതിങ്ങിൻ്റെ നോർമൽ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ നീറ്റ് പ്ലസ് എടുത്തിട്ടില്ല, കാരണം +1 +2 കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ചെറിയൊരു പ്ലാൻസൊക്കെ ഉണ്ട്. നീറ്റ് എനിക്ക് എന്തായാലും മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകേണ്ടത്. ബട്ട് സ്റ്റിൽ എൻ്റെ കസിൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സെറ്റായിട്ട് ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഒരു നോർമൽ ബാച്ചാണ് എടുത്തിട്ട്, പിന്നെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എനിക്ക് ഓൾറെഡി എൻ്റെ കസിൻസൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു ഫൺ പാർട്ട് എന്താ വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടും കൂടുതലുള്ളത് ഗൈഡുകളാണ്. എനിക്ക് കുറേ ഗൈഡ്സ് ഉണ്ട്, കുറേ ഗൈഡുണ്ട്. +2 ബുക്ക് കുറച്ചൊക്കെ എൻ്റെ അടുത്തുണ്ട്, 1-2 എണ്ണമൊക്കെ ഉണ്ട്. അധികവും ഗൈഡുകളാണ്. ഞാൻ അതുകൊണ്ട് ഗൈഡൊന്നും കാണിച്ചു തരുന്നില്ല, കാരണം വെച്ചാൽ അത്രയും നേരം ഭയങ്കര ലാഗ് അടിക്കും നിങ്ങൾക്ക്, കാരണം കുറേ ഗൈഡുണ്ട്. എൻ്റെ ഏട്ടൻ്റെ ഗൈഡ് എന്നെ തിരിച്ച് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് എൻ്റെ ഏട്ടൻ +2 +1 സംതിങ് പഠിക്കുന്ന സമയത്ത് ഗൈഡ് പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ കൊടുത്തിരുന്ന ഗൈഡ്, കസിൻ സിസ്റ്റർ, അങ്ങനെ കസിൻ സിസ്റ്റർ അടുത്ത് നിന്ന് വീണ്ടും എനിക്ക് തന്നെ കിട്ടി. ആ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നു. ആൻഡ് അത് ഭയങ്കര ഓൾഡാട്ടോ, 2013-14 ഗൈഡുകളൊക്കെയാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഒക്കെ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ബുക്സ് ഞാൻ കാണിച്ചു തരാം എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് വൺ ഫിസിക്സ് ആണ്. ഫിസിക്സ് പാർട്ട് 2 ഉണ്ട് ആൻഡ് പാർട്ട് 1 ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കെമിസ്ട്രി, ഇത് കെമിസ്ട്രി പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ഫിസിക്സ് ആണ്. ഫിസിക്സ് അതേപോലെ പാർട്ട് 1 ആണിത്, പാർട്ട് 1 and 2. നെക്സ്റ്റ് ബയോളജിയാണ്. ബയോളജിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഇതാണ് അവസ്ഥ. കവർ ഉണ്ടായിരുന്നതാണ്, പിന്നെ എവിടെ പോയി എനിക്കറിയില്ല. അത് ചിലപ്പോൾ +2 ആയിരിക്കാം. അതെന്തായാലും കസിൻ ബ്രോ തന്നുണ്ട്. ആൻഡ് മാത്സ് ഇത് അത്യാവശ്യം ഓൾഡാട്ടോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ബുക്കില്ല, ബാക്കി എല്ലാ ബുക്സും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും വാങ്ങിക്കണം. ആൻഡ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഈ ടാബാണ്. ഇതൊരു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി മെറ്റീരിയലാണ്. കാരണം ഞാൻ നോട്ട്സും എന്തായാലും ഇപ്പോൾ സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ല, അപ്പോൾ എന്തായാലും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക ഈ ടാബിൽ തന്നെ ആയിരിക്കും. വെറുതെ ഞാൻ ഓരോ നോട്ട്ബുക്ക് വാങ്ങിച്ച് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ടാബിൽ തന്നെ നമുക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റും. സാംസങ്ങിൻ്റെ ടാബാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 6S ലൈറ്റ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് കേട്ടോ ടാബ്. പെൻസിലും ഉണ്ട് നമുക്കവിടെ സൈഡിൽ. സോ അങ്ങനെ നമുക്ക് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള സ്മോൾ റിവ്യൂ പോലെ. ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ട് 1 മന്തോളം ആയിട്ടുണ്ട്. ആയിട്ടുണ്ട് എന്തായാലും. April 6th എനിക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് May 4th അപ്പോൾ 1 മന്തൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. സോ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ടാബ് തന്നെയാണ്. ചെറിയൊരു ഹാങ് ഉണ്ട്, അതെന്താ വെച്ചാൽ കുറേ ആപ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഹാങ് ഉള്ളത്. അല്ലാതെ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ വേഗം ചാർജ് തീരും. നമ്മൾ ഈ സ്റ്റഡി പർപ്പസിന് മാത്രമാണെങ്കിൽ അത്യാവശ്യം കുറേ ദിവസം നിൽക്കും കേട്ടോ. ഞാൻ യൂസ് ചെയ്യാറേ ഉള്ളൂ ടാബ്, കാരണം ടാബിലാണ് ഞാൻ എല്ലാം പിടിച്ച് കാണലൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ പഠിത്തം ഒരു ഇതിലേക്ക് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും ടാബിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ്, ഞാൻ അധികം യൂട്യൂബ് വീഡിയോസൊക്കെ മൂവീസൊക്കെ ഇതിൽ തന്നെ കാണും. കാരണം വലിയ സ്ക്രീനിൽ കാണുന്നത് ലാപ്പിൽ എനിക്ക് നല്ല മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് സിമ്പിളല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ആൻഡ് ഞാൻ ഇതിൽ സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കുന്നത് കിലോ നോട്ട്സും സാംസങ് നോട്ട്സും ആണ്. ഇതിൽ ഫുൾ വീഡിയോ ലൈക്ക് വാട്ട്സ് ഇൻ മൈ സാംസങ് ടാബ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഒരു ആസ് എ സ്റ്റുഡൻറ്റ് എന്തൊക്കെ വേണം നമ്മളെ ടാബിൽ, അങ്ങനത്തെ ഉള്ള ഒരു ആപ്സുകളാണ് ഇതൊക്കെ ആക്ച്വലി എൻ്റെ ടാബിലുള്ളത്. സോ ഐ തിങ്ക് എന്താ പറയുക, ഡിജിറ്റൽ നോട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ടാബ് മസ്റ്റ്. കാരണം സാംസങ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ പെൻസിൽ ലൈക്ക് നല്ല സ്മൂത്ത് പെൻസിലാണ്, നമുക്ക് നല്ല വൃത്തിക്ക് എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഓരോ ഫീച്ചേഴ്സും എല്ലാം അടിപൊളിയാണ്. സോ സാംസങ് ടാബ്. നെക്സ്റ്റ് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ജസ്റ്റ് അത് പറഞ്ഞാൽ നമ്മൾ അധികം ഞാൻ ഇതിലാണ് നോട്ട്സ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് തീരെ തൊടുന്നില്ല എന്നല്ല, ജസ്റ്റ് ഒരു നോട്ട് ബുക്ക് എന്തായാലും ഞാൻ ഒന്ന് വാങ്ങിക്കും, അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ പെൻസൊക്കെ ഉണ്ട് ഓൾറെഡി, സോ അതും നമ്മൾ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ്. അപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ടാവും എന്തായാലും തുടങ്ങുന്നത്. മോർണിംഗ് എനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല, ലേറ്റായി പോയി എണീക്കാൻ. അങ്ങനെയാണല്ലോ വെക്കേഷനിൽ. സോ ഞാൻ സൈലത്തിൽ ക്ലാസ്സസ് തുടങ്ങിയിട്ടില്ല ആക്ച്വലി ലൈവായിട്ടൊന്നും, പക്ഷേ റെക്കോർഡഡ് കോണ്ടൻസ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ ഞാൻ വിചാരിച്ചു.
അപ്പോൾ ഞാൻ മാത്സ് ആണ് ഫസ്റ്റ് എടുത്തിട്ടുള്ള സെറ്റ്സ് പറഞ്ഞ ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ സൈഡിൽ ഞാൻ സാംസങ് നോട്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ക്ലാസ് കണ്ടിട്ട് അങ്ങനെയാണ്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു നോട്ട്ബുക്സും അവൈലബിൾ ആയിട്ടില്ല കയ്യിൽ, പെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ നോട്ട്സ് ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക, മറ്റേത് മിസ്സായി പോയാലൊക്കെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ എഴുതാമെന്ന്, എന്തായാലും ഇത് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ടാബ് വാങ്ങിച്ചിട്ടുള്ളത്. സോ അപ്പോൾ മാത്സ് ക്ലാസ് കാണാമെന്ന്. സെറ്റ്സ് സത്യം പറഞ്ഞാൽ നമ്മൾ കേരള സിലബസ്, അപ്പോൾ പെട്ടെന്ന് CBSE-ലോട്ടാവുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, കുറച്ചും കൂടി NCERT ആണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും മാത്സ് ടെക്സ്റ്റൊക്കെ കണ്ടിട്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, മെല്ലെ മെല്ലെ പഠിച്ച് വരുന്നുണ്ട്. അത് ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് സ്കൂളിലൊക്കെ എത്തുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 49 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു ക്ലാസ്. പക്ഷേ ഞാനത് എന്താ പറയുക ടൈം ലാപ്സിലിട്ടതുകൊണ്ട് വേഗം കഴിഞ്ഞു. പിന്നെ ഓക്കെ, അപ്പോൾ ഇതൊരു കേക്ക് അൺബോക്സിങ് ആണ്. ഇത് പറഞ്ഞാൽ എനിക്ക് ഫുൾ A+ കിട്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഏട്ടൻ കൊണ്ടു തന്ന കേക്കാണ്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, കാരണം ഇതുവരെയായിട്ട് എനിക്ക് ആരൊന്നും തന്നിട്ടില്ല ഫുൾ A+ കിട്ടിയിട്ട്. ലൈക്ക് എൻ്റെ ഏട്ടൻ തന്നിട്ടുണ്ട് ഓരോന്ന്, എനിക്ക് ഓൾറെഡി വാങ്ങിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ലൈക്ക് ആരും എനിക്ക് അങ്ങനെ തന്നിട്ടില്ല. സോ ഈ കേക്കാണ് എനിക്ക് ആദ്യത്തെ കിട്ടുന്നത്. സോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഈ കേക്ക് രാത്രിയായിരുന്നു ഇന്നലെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കഴിച്ച് നോക്കാൻ, എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ കഴിച്ചു വെച്ചു. പിന്നെ ആ A+ ആ ഗോൾഡൻ ആ സംഭവം കൊണ്ട് എഴുതിയ ഭയങ്കര സ്പെഷ്യലാണ്, കാരണം നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് എനിക്കും അറിയില്ല, പക്ഷെ അവർക്കെന്നെ അറിയാം, അതാണ്. ആൻഡ് ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ എനിക്ക് പറഞ്ഞാൽ ചോക്ലേറ്റ് ആയിട്ടുള്ള കേക്ക് ഇഷ്ടമുള്ളൂ, ചോക്ലേറ്റ്സ് ആണ് എനിക്കിഷ്ടം. പക്ഷേ ഈ കേക്ക് ചോക്ലേറ്റ് കേക്കൊന്നുമല്ല കേട്ടോ, വേറെ എന്തോ ഒരു കേക്കാണ്, എനിക്കെന്താ അറിയില്ല. പക്ഷേ ദിസ് കേക്ക് വാസ് സോ ഡെലീഷ്യസ്. ഇതെന്ത് കേക്കാണ് എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, ലൈക്ക് ആ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ആ പെർഫെക്റ്റ് സൈസാണ്. ഞാൻ ഒരു കേക്ക് വാങ്ങിക്കാൻ വിചാരിച്ചാണ്, ബട്ട് ഇതെന്താ പറയുക, ദാറ്റ് പെർഫെക്റ്റ് സൈസ്, വലുതുമല്ല ചെറുതുമല്ല, ഒരു മീഡിയം സൈസായിട്ടുള്ള നല്ല അടിപൊളി കേക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. See you soon in the video. Till then bye. പിന്നെ എന്നും ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. So bye guys.